സുപ്രീം കോടതി ഫണ്ട് വിതരണത്തിൽ അപാകതയുണ്ടെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനാവില്ലെന്നും പറയരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എം സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം? ഹാരി, ലോധ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി BCCI നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷമായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സത്യവാങ്മൂലത്തോടൊപ്പം നൽകിയ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പഠിച്ച കോടതി ഫണ്ട് വിനിയോഗത്തിൽ അപാകതയുണ്ടെന്ന് വിമർശിച്ചു. 11 സംസ്ഥാനങ്ങൾക്ക് 1 രൂപ പോലും നൽകാത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എന്തിനാണ് ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ചില സംസ്ഥാനങ്ങളുടെ വിവേചനം കാട്ടുന്നതെന്ന ചോദ്യം കോടതി ഉന്നയിച്ചത്. ഗുജറാത്തിന് 50 കോടി നൽകിയപ്പോൾ ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചത് എന്തു ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ജസ്റ്റിസ് PS ഠാക്കൂർ ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫണ്ട് ഏതു രീതിയിൽ ക്രിക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ടോ എന്നും BCCIയോട് ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ക്രിക്കറ്റിന്റെ വികസനത്തിനായി BCCI ഒന്നും ചെയ്യുന്നില്ല എന്നും സുപ്രീം കോടതി വിമർശിച്ചു. ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്നും ഈ കമ്മിറ്റിയുടെ ക്രിക്കറ്റിന്റെ ക്ഷേമത്തിനായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഹരി. ശരി സന്തോഷ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനെ തെരഞ്ഞെടുക്കാൻ BCCI ഉപദേശക സമിതി യോഗം ഇന്ന് ചേരും. സച്ചിൻ, ഗാംഗുലി, ലക്ഷ്മൺ എന്നിവരാണ് ഉപദേശക സമിതി അംഗങ്ങൾ. രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കാനാണ് ഉപദേശക സമിതിക്ക് താൽപര്യം. എന്നാൽ ഇത് സംബന്ധിച്ച് ദ്രാവിഡ് ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന്റെ പരിശീലകനാണ് ദ്രാവിഡ്. ടീമിന്റെ ഡയറക്ടറായിരുന്ന രവിശാസ്ത്രിയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ പരിശീലകനെ കണ്ടെത്താൻ ഉപദേശക സമിതി ചേരുന്നത്. കേരളത്തിലെ തെരുവുനായ ശല്യത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു. തെരുവുനായ വിഷയം പഠിക്കാൻ 3-അംഗ സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചു. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് സിരി ജഗനാണ് സമിതിയുടെ അധ്യക്ഷൻ. വിവരങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. ഹാരി, കേരളത്തിൽ തെരുവുനായ വിഷയത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുന്നതിനായി സുപ്രീം കോടതി 3-അംഗ സമിതിയെ നിയോഗിക്കുകയായിരുന്നു. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് സിരിരാജൻ അധ്യക്ഷനായ സമിതിയിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറും ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായും ഈ സമിതി പരിശോധിക്കേണ്ട വിഷയങ്ങൾ: ഒന്ന്, തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കാൻ ഏതു രീതിയിൽ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ മരുന്നുകൾ വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിൽ അപാകതയുണ്ടോ എന്നുള്ള കാര്യവും ഈ സമിതി പരിശോധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് 12 മാസങ്ങൾക്കകം വിശദമായ റിപ്പോർട്ട് നൽകണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തുടർ നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുന്നത്. ഈ കേരളത്തിലെ തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് 1-ലധികം ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇന്ന് പ്രധാനമായും പരിഗണിച്ച ഹർജി തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച കോട്ടയം അയക്കുന്ന് സ്വദേശിയായ ഡോളിയുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു നിലപാട് ആവശ്യപ്പെട്ടത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡോളിയുടെ ബന്ധുക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ഹർജിയെ എതിർത്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സംസാരിച്ചത്. നേരത്തെയും ഈ ഹർജി പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെയും സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. ഹരി. എം സന്തോഷ് ദില്ലിയിൽ നിന്നും. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷവും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അമർഷം പുകയുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹനാനെ വെട്ടിയെങ്കിലും 4 പ്രധാന നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൽ സുധീരൻ ക്യാമ്പ് അസ്വസ്ഥരാണ്. കളങ്കിതരുടെ മണ്ഡലത്തിൽ സുധീരൻ പ്രചരണത്തിന് പോകേണ്ട എന്നാണ് അനുകൂലികളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ച് ഹൈക്കമാൻഡ് ഇടപെടലിലാണ് ഐ ഗ്രൂപ്പിന്റെ നോട്ടം. ബെന്നി ബെഹനാന്റെ പേര് വെട്ടാനുള്ള നീക്കത്തെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി എതിർത്തിരുന്നു. എല്ലാ പിടിവാശികളും അംഗീകരിക്കേണ്ടെന്ന് സുധീരനും AK ആന്റണിയും ഈ ഘട്ടത്തിൽ നിലപാടെടുത്തു. ഇതോടെയാണ് എ ഗ്രൂപ്പിന്റെ മാനേജരും മുഖ്യമന്ത്രിയുടെ വലങ്കയുമായ ബെന്നി പുറത്താകുന്നത്. കടുത്ത അതൃപ്തിക്കിടയിലും PT തോമസിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് എ ഗ്രൂപ്പ് നേതാക്കളും എത്തി. ഗ്രൂപ്പിലെ തന്നെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച് ബെന്നിയെ വെട്ടിയെങ്കിലും സുധീരനും നഷ്ടങ്ങളേറെയാണ്. മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട കെ ബാബുവും അടൂർ പ്രകാശും KC ജോസഫും മത്സരിക്കുന്നതിനൊപ്പം സുധീരന്റെ ഏറ്റവും അടുപ്പക്കാരായ KP അനിൽകുമാറും ജോൺസൺ അബ്രഹാമും സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ടു. കോട്ടയം, പത്തനംതിട്ട DCC അധ്യക്ഷന്മാരായ ടോമി കല്ലാനിക്കും P മോഹൻരാജിനും വേണ്ടി അവസാന നിമിഷം വരെ സുധീരൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പ്രധാന നേതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥതകൾ A ക്യാമ്പിലും
സുധീരൻ ക്യാമ്പിലുമുണ്ട്. കളങ്കിതരുടെ മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ പ്രചരണത്തിന് പോകേണ്ടെന്ന നിലപാടും സുധീരൻ അനുകൂലികൾ സ്വീകരിക്കുന്നു. ദീർഘകാല രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിന് വെല്ലുവിളിച്ചുള്ള നടപടികൾ ഉമ്മൻചാണ്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഐ ഗ്രൂപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഹൈക്കമാൻഡ് ഇടപെടലും ഉമ്മൻചാണ്ടി വിരുദ്ധർ പ്രതീക്ഷിക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന UDF കൺവെൻഷൻ മാറ്റിവെച്ചു. AI ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. രാജ്കുമാർ കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, ഏത് സന്ദർഭത്തിലാണ് ഇത്തരമൊരു തീരുമാനം? ഇന്നലെ വരെ കൊല്ലം അഞ്ചാലുമൂട് 5 ഓഡിറ്റോറിയമാണ് UDFന്റെ കൊല്ലം മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചിരുന്നത്. ഐ ഗ്രൂപ്പ് ഇന്നലെ ഒരു പ്രത്യേക യോഗം കൊല്ലത്ത് തേവള്ളി മേഖലയിൽ കൂടിയിട്ട് ഐ ഗ്രൂപ്പിന്റെ സാരഥിയായി പുന്തല മോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത് ഇവർ തന്നെ ക്യാൻസൽ ചെയ്യുകയും ജില്ലാ നേതൃത്വത്തെയും KPCC നേതൃത്വത്തെയും തങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഇന്ന് കൊല്ലത്തെത്തിയപ്പോൾ ഇരവിപുരം മണ്ഡലം UDF കൺവെൻഷൻ മാത്രം RSP സംസ്ഥാന സെക്രട്ടറി AICS മത്സരിക്കുന്ന ഇരവിപുരം മണ്ഡലത്തിൽ മാത്രം കൺവെൻഷൻ നടത്തി. മറ്റുള്ള കൊല്ലം ജില്ലയിൽ 5 മണ്ഡലം കൺവെൻഷനുകൾ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ബാക്കി 4 ക്യാൻസൽ ചെയ്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മടങ്ങിപ്പോവുകയായിരുന്നു. ഇങ്ങനെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ മണ്ഡലം കൺവെൻഷൻ നടത്തിയാൽ അത് പൊളിഞ്ഞു പോകാനും അത് മാധ്യമ വാർത്തയായാൽ അത് മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തും എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു നിലപാടിലേക്ക് UDF മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതേസമയം A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയും കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കരുമാലിൽ സുകുമാരൻ, AICC അംഗം കൂടിയായിരുന്ന അന്തരിച്ച കരുമാലിൽ സുകുമാരന്റെ ഭാര്യ ഉദയ സുകുമാരൻ, അവർ നിലവിൽ കൊല്ലം കോർപ്പറേഷന്റെ കൗൺസിലർ കൂടിയാണ്. അവർ തന്നെ ഇന്ന് കൊല്ലത്ത് 4 മണിക്ക് കൊല്ലം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ചുകൊണ്ടും VM സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ചിറകരിഞ്ഞ നേതാവാണ് ഈ KPCC പ്രസിഡന്റ് VM സുധീരൻ. ചരിത്രത്തിൽ ഒരിക്കലും ഇദ്ദേഹത്തിന് ഈ കേരളം മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്നവർ പറഞ്ഞു. ഇപ്പോഴത്തെ കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസിന്റെ സ്ഥിതി പരിതാപകരമാണ്. ഈ നിലയിലാണ് ഒരു പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുന്നെങ്കിൽ കോൺഗ്രസ് അപ്രസക്തമായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ടെന്ന് അവർ ആരോപിച്ചു. അതേസമയം അതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം KPCC വക്താവ് കൂടിയായിട്ടുള്ള MM ഹസൻ കൊല്ലത്ത് ചടയമംഗലം സീറ്റാണ് നൽകിയത്. ഈ ചടയമംഗലം സ്വദേശി കൂടിയായിട്ടുള്ള ചിതറ മധു അവിടെ മത്സരിക്കുമെന്ന് അസന്നിഗ്ധമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ല മത്സരിക്കുന്നത്, പകരം 3 ഗ്രൂപ്പ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും VM സുധീരന്റെയും സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് ഇനി പറയാനേ കഴിയില്ല. അത്രമാത്രം രാഷ്ട്രീയത്തെ വികൃതമാക്കുന്ന സംവിധാനമാണ് 3 ഗ്രൂപ്പ് നേതാക്കന്മാർ കൂടി ചെയ്തതെന്ന് ചിതറ മധു പീപ്പിൾ TVയോട് പറഞ്ഞു. അദ്ദേഹം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനി ആരിടപെട്ടാലും ശരി തന്നെ മത്സരരംഗത്തുനിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇതിൽ നോമിനേഷൻ കൊടുക്കുകയും പിൻവലിക്കേണ്ട രീതിയിൽ പിൻവലിക്കാതെ തന്നെ മത്സരരംഗത്ത് കുറച്ചു നിൽക്കും. സ്ഥിരമായി ഏതെങ്കിലും ഘടകകക്ഷികൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിയിറക്കുന്ന നേതാക്കന്മാർക്കോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിടുപണി ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ നാട്ടുകാർക്ക് മുമ്പിൽ, അവിടുത്തെ പൊതുജനത്തിന് മുമ്പിൽ അവകാശമാവുന്ന ഒരു കാഴ്ചയുണ്ട്. അതിനി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഇതിൽ നമ്മളെ പീപ്പിൾ TVയോട് പറഞ്ഞത്. ആ സ്ഥിതിവിശേഷം മാറണം. ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു നാണക്കേടിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നു. MMSനെ ആദ്യം ലീഗിനാണ് ചടയമംഗലം വെച്ചിരുന്നത്, പിന്നീട് RSPക്ക് നൽകാമെന്ന് പറഞ്ഞു. മറ്റ് കടകക്ഷികൾക്ക് നൽകാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് അപ്രതീക്ഷിതമായി ലീഗ് ചടയമംഗലം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് അവിടെ MMSനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ ചിതറമധുവിന്റെ ചോദ്യം, സ്വന്തമായി 50 വർഷമായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകനായി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായ നിലയിൽ എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അപ്പോൾ നേതാക്കന്മാർ കൊടുത്തില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതാണോ എനിക്ക് കുറവായി നേതൃത്വത്തിന് മാറ്റി നിർത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ കൂടി വികാരം മനസ്സിലാക്കിയാണ് അദ്ദേഹം. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അബ്ദുൾ ഖാദർ KC ജോസഫിനെതിരെ മത്സരരംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചരണം തിരിച്ചടിയാകുമെന്ന് UDF കേന്ദ്രങ്ങൾ ഭയപ്പെടുന്നു. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധ ശബ്ദം ഉയർന്നു തുടങ്ങി. ഇരിക്കൂറിൽ 35 വർഷം MLAയും കഴിഞ്ഞ തവണ മന്ത്രിയുമായ KC ജോസഫിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്.
യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ KC ജോസഫിന്റെ കോലം കത്തിച്ച് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദറിന്റെ രാജിയിലേക്കും ഒപ്പം കോൺഗ്രസിനെതിരെയുള്ള സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വരെയും എത്തിയിരിക്കുന്നു. വികസന വിരുദ്ധൻ എന്ന ആക്ഷേപമാണ് KC ജോസഫിനെതിരെയുള്ള പ്രധാന ആയുധവും. എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയും കാലം 35 വർഷം ഈ നാട് പിന്നോട്ടടിച്ചത് കണ്ടു സഹിക്കാൻ പറ്റാത്ത ജനതയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാവശ്യം ഇരിക്കൂറിൽ നോമിനേഷൻ കൊടുക്കും. നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇദ്ദേഹത്തിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്നില്ല? സ്വന്തം നാട്ടിൽ പിന്തുണയില്ലാത്ത ആൾക്ക് എന്ത് ഗ്രാഫ്? സ്വന്തം നാട്ടിലാണല്ലോ പിന്തുണ വേണ്ടത്. സ്വന്തം നാട്ടിൽ പിന്തുണയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ KC ജോസഫിനെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ AP അബ്ദുള്ളക്കുട്ടിയെ മാറ്റി സതീശൻ പാച്ചേനി K സുധാകരന്റെ നോമിനിയായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് ലീഗ് അണികളിലും A ഗ്രൂപ്പിലും ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ജന്മന ജയിക്കാൻ ജനിച്ചവനെ മാറ്റി ജന്മന തോൽക്കാൻ ജനിച്ചവനെ എന്തിന് സുധാകര സ്ഥാനാർത്ഥിയാക്കി തുടങ്ങി ലീഗ് അണികൾ പോസ്റ്റർ പതിച്ചതും UDFന്റെ കണ്ണൂർ മണ്ഡലത്തിലെ അടിത്തറയിളകുന്നതിന്റെ ലക്ഷണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കണ്ണൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ അണികളിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. 35 വർഷങ്ങൾക്കു ശേഷം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ ഇരിക്കൂറിലും KC ജോസഫിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇരിക്കൂറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇരിക്കൂറിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് UDF സ്ഥാനാർത്ഥി രാജാറാമിനെ INTUC പ്രവർത്തകർ വിരട്ടിയോടിച്ചു. കോൺഗ്രസ് ഓഫീസിൽ എത്തിയപ്പോഴാണ് സംഭവം. AICC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ പ്രതിഷേധമാണ് ജില്ലയിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയത്. INTUCക്ക് മേൽക്കൈയുള്ള ദേവികുളത്ത് പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി M രാജാറാമിനെ INTUC ഓഫീസിൽ കയറ്റാതെ AK മണി അനുകൂലികൾ വിരട്ടിയോടിച്ചു. രാവിലെ മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ INTUC നേതാവും KPCC വൈസ് പ്രസിഡന്റുമായ AK മണിയുടെ അനുഗ്രഹം വാങ്ങാനെത്തിയതായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ സ്ഥാനാർത്ഥി രാജാറാം. എന്നാൽ INTUC ഓഫീസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ ഓഫീസിൽ കയറ്റിയില്ല. സ്ഥാനാർത്ഥിക്കെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. എന്നാൽ മദ്യപാനികളായ സാമൂഹ്യ വിരുദ്ധരാണ് പ്രതിഷേധത്തിന്റെ പിന്നിലെന്ന് രാജാറാം പിന്നീട് പ്രതികരിച്ചു. ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 3 മണ്ഡലങ്ങളിലും മുതിർന്ന നേതാക്കളെ തടഞ്ഞ് പുതുമുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. തോട്ടമേഖല ഉൾക്കൊള്ളുന്ന ദേവികുളം, പീരുമേട് മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ INTUCയെ തടഞ്ഞത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണുള്ളത്. സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള നീക്കവും INTUC ജില്ലയിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്ന് യൂത്ത് ഫ്രണ്ട് M ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം പൂർണ്ണമായും തള്ളിയ കേരള കോൺഗ്രസ് എം നേതൃത്വം 15 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് MLA-മാർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്കും 3 പുതുമുഖങ്ങൾക്കും സ്ഥാനാർത്ഥികളായി അവസരം നൽകിയപ്പോൾ ഒരു യൂത്ത് ഫ്രണ്ട് നേതാവ് പോലും പട്ടികയിൽ ഇടം പിടിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് യൂത്ത് ഫ്രണ്ട് M കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് എം സീറ്റ് എടുക്കുകയും കേരള കോൺഗ്രസ് എം മത്സരിക്കുകയും ചെയ്തിട്ട് കേരള കോൺഗ്രസ് എമ്മുമായിട്ട് പോലെ ബന്ധമില്ലാത്ത കേരള കോൺഗ്രസ് എമ്മിനെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് അവിടെ സ്ഥാനാർത്ഥിയായത്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മത്സരരംഗത്ത് തുടരും. യൂത്ത് ഫ്രണ്ട് നേതാക്കളായ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, ജോബ് മൈക്കിൾ എന്നിവർക്കെങ്കിലും സീറ്റ് നൽകിയിരുന്നെങ്കിൽ താൻ പിന്മാറുമായിരുന്നുവെന്നും മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. PC ജോർജ് പാർട്ടിയുമായി ഇടഞ്ഞകാലം മുതൽ പൂഞ്ഞാർ സീറ്റ് ലക്ഷ്യമിട്ടായിരുന്നു സജിയുടെ പ്രവർത്തനങ്ങളേറെയും. കേരള കോൺഗ്രസ് എം നേതൃത്വവും സീറ്റിന്റെ കാര്യത്തിൽ ചില ഉറപ്പുകൾ സജിക്ക് നൽകിയെങ്കിലും പാലിച്ചില്ല. സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിലുള്ള കോൺഗ്രസിന്റെ ശീതസമരവും പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനിടെ സജി മഞ്ഞക്കടമ്പന്റെ സ്ഥാനാർത്ഥിത്വവും പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ചെറുപ്പക്കാരെയും വനിതകളെയും പൂർണ്ണമായി അവഗണിച്ചതായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലീന വ്യക്തമാക്കി. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കാണ് സീറ്റുകൾ ലഭിച്ചതെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വനിതകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരാതി തന്നെയാണ്. 8 സീറ്റ് മാത്രമായി വനിതകൾ ചുരുങ്ങി പോയിരിക്കുകയാണ്. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കും അവർക്ക് ചവിട്ടിക്കയറുവാൻ മുതുകു താഴ്ത്തി കൊടുക്കുന്നവർക്കുമായാണ് 82 സീറ്റിലും പട്ടിക ആ രീതിയിലൂടെയാണ് പുറത്തു വന്നത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത പുകയുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ. കോങ്ങാട് സ്ഥാനാർത്ഥിയായി എത്തിയ പന്തളം സുധാകരനെതിരെ ജില്ലയിൽ I ഗ്രൂപ്പിൽ അമർഷം പുകയുന്നു.
സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ അതൃപ്തിയും പ്രതിഷേധവും തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്ന ശാന്ത ജയറാമിനെതിരെ ശ്രീകൃഷ്ണപുരത്ത് ഗ്രൂപ്പ് മറന്ന് അസംതൃപ്തർ വിമത കൺവെൻഷൻ വിളിച്ചുയർത്തു. കഴിഞ്ഞ തവണ ഷൊർണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശാന്ത ജയറാമിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണിവർ. ഇവർ സ്ഥാനാർത്ഥിയായി എത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. ഐ ഗ്രൂപ്പ് നേതാവ് പന്തളം സുധാകരൻ കോങ്ങാടാണ് മത്സരിക്കുന്നത്. ജില്ലാ ഐ ഗ്രൂപ്പ് നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയുള്ള പന്തളത്തിൻ്റെ വരവ് പൂർണ്ണ മനസ്സോടെയല്ല ഗ്രൂപ്പ് അംഗീകരിച്ചത്. മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളാരും പന്തളത്തെ സ്വീകരിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുമില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പന്തളം സുധാകരൻ വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ സ്ഥാനാർത്ഥി എന്നുള്ള പ്രശ്നമില്ല. ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. അവരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയും KSU സംസ്ഥാന പ്രസിഡന്റുമായ VS ജോയിക്കെതിരെ മണ്ഡലത്തിലും പാലക്കാട്ടും വ്യാപകമായി പോസ്റ്ററുകൾ വന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെക്കുമെന്ന വാർത്ത വന്നിരുന്നെങ്കിലും അതുണ്ടായില്ല. മലമ്പുഴയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ഡലം കൺവെൻഷനോടെ മലമ്പുഴയിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ തുടക്കമായി. ഭൂരഹിത കേരളം പദ്ധതി വഴി ജനങ്ങളെ കബളിപ്പിച്ച UDF സർക്കാർ 2820 ഏക്കർ ഭൂമി വൻകിടക്കാർക്ക് പതിച്ചു നൽകാനാണ് ശ്രമിച്ചതെന്ന് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. അഴിമതി നടത്താൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം. അഴിമതി വിഷയത്തിൽ UDF സർക്കാരിനെതിരെ VS ആഞ്ഞടിച്ചു. ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയുമൊക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ്. LDFനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ, ആ കലശം നിർവഹിക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശനെയും പാർട്ടിയെയും VS കടന്നാക്രമിച്ചു. മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പുരയിലേക്ക് വഴി തുറക്കുമെന്നും VS പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത് BJPയായി കൂട്ടുകൂടി ചേർന്ന് ഇപ്പോൾ വോട്ട് തട്ടാനുള്ള ശ്രമത്തിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശനും കൂട്ടർക്കും ചുട്ടപ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. CPI നേതാവ് K. ഇസ്മായിൽ, LDF ജില്ലാ കൺവീനർ ചാമുണ്ണി, CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ് തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദളിത് യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച യുവതിയെ ബന്ധുക്കൾ ചേർന്ന് കൊലപ്പെടുത്തി. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് സംഭവമുണ്ടായത്. മോണിക്ക എന്ന 19 വയസ്സുകാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കേസിൽ യുവതിയുടെ അച്ഛനെയും അമ്മാവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ തൂങ്ങിമരിച്ച നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതി ആത്മഹത്യ ചെയ്തതാണെന്ന നിലപാടിൽ ആയിരുന്നു ബന്ധുക്കൾ. എന്നാൽ സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായത്. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചു. നാടൻ മദ്യത്തിന് പുറമെ കള്ളിനും വിദേശ മദ്യത്തിനും വിലക്ക് നിലവിലുണ്ടെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കി. ഇതോടെ രാജ്യത്ത് പൂർണ്ണമായി മദ്യം നിരോധിക്കുന്ന 4ാമത്തെ സംസ്ഥാനമായി ബീഹാർ മാറി. അധികാരം ലഭിച്ചാൽ സംസ്ഥാനത്താദ്യം മദ്യം നിരോധിക്കുമെന്ന പ്രഖ്യാപനം നിതീഷ് കുമാർ നടപ്പാക്കി. നാടൻ മദ്യത്തിനും കള്ളിനും പുറമെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും നിരോധിക്കുന്നതായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. നേരത്തെ ഭാഗികമായി മദ്യം നിരോധിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷ നേതാവ് പ്രേംകുമാർ അടക്കമുള്ള BJP MLA-മാരും പിന്തുണച്ചിരുന്നു. 4000 കോടി രൂപയിലധികമാണ് പ്രതിവർഷം സർക്കാരിന് നഷ്ടമാവുക. ഹോട്ടലുകളിലും ബാറുകളിലും വിദേശ മദ്യം വിൽക്കാൻ ഇനി മുതൽ ബീഹാറിൽ അനുമതിയില്ല. മദ്യവ്യവസായത്തിലെ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനും വ്യാജമദ്യ ലോബിയെ പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും എക്സൈസ് മന്ത്രി അബ്ദുൾ ജലീലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നത് കുറയ്ക്കാനാകുമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം സുഗമമാക്കുന്നതിനും ഈ തീരുമാനം വഴിവെക്കുമെന്നും നിതീഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ബിജു രമേശിന്റെ കെട്ടിടങ്ങൾ പൊളിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. രാജധാനി കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗങ്ങൾ പൊളിക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായാണ് അനധികൃത നിർമ്മാണം കണ്ടെത്തിയത്. റിപ്പോ നിരക്കിൽ 0.25% കുറവ് വരുത്തി റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. ഇതോടെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ നിരക്കായ റിപ്പോ നിരക്ക് 6.5 കുറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്.